രാജസ്ഥാനിലെ ജനസേവ ഉഡാൻ അക്കാദമിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്താൻ ബഹുജന പിന്തുണ തേടി ജനസേവ ചെയർമാൻ ജോസ് മാവേലി. രാജസ്ഥാനിലെ ചേരികളിൽ കഴിയുന്ന 1000-ഓളം കുട്ടികളെയാണ് ഡോക്ടർ സുനിൽ ജോസിന്റെ നേതൃത്വത്തിൽ ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകി സംരക്ഷിക്കുന്നത്. കേരളത്തിൽ നിന്ന് തെരുവിലലയുന്ന ബാല്യങ്ങൾ ഏറെക്കുറെ ഇല്ലാതായതിൽ ജനസേവ വഹിച്ച പങ്ക് വലുതാണ്. തെരുവിൽ നിന്നും ലഭിച്ച കുട്ടികളിൽ ഏറെ പേരും ഇന്ന് സമൂഹത്തിന്റെ ഉന്നതമായ പല മേഖലകളിലും എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം രാജസ്ഥാനിലെ ചേരികളിലെ കുട്ടികളിലേക്കും സൃഷ്ടിക്കപ്പെടണം. 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഒരു വലിയ സങ്കടാവസ്ഥ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലക്ഷക്കണക്കിന് പിഞ്ചു ബാല്യങ്ങളാണ് പഠിക്കുവാൻ പോലും പറ്റാതെ ഇന്ത്യയുടെ ചേരികളിലും തെരുവോരങ്ങളിലുമായി നരകയാതന അനുഭവിച്ച് കഴിയുന്നത്. ഇവിടെ ഇവർക്കായി ശബ്ദമുയർത്തുവാനായിട്ട് രാഷ്ട്രീയ പാർട്ടികളോ ഭരണകർത്താക്കളോ ആരും രംഗത്ത് വരുന്നില്ല. അതിന്റെ കാരണം നമ്മൾ പഠിക്കുമ്പോൾ ഇവർക്കാർക്കും രക്ഷിതാക്കൾക്ക് ആർക്കും വോട്ടവകാശമില്ല, ID കാർഡില്ല, ആധാർ കാർഡില്ല എന്നൊരു വിഭാഗമാണ് ഇവരിൽ ഭൂരിഭാഗവും. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ അവഗണിക്കുകയാണ്. ഇപ്പോൾ ജനസേവാ ശിശുഭവൻ 1999 മുതൽ നിരവധി കുട്ടികളെ കേരളത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഭിക്ഷാടനം നടത്തിയ ഈ കൊച്ചുമക്കളൊക്കെ അതിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവരെ നല്ല വിദ്യാഭ്യാസം നൽകി നല്ല ആരോഗ്യപരമായി അവരെ വളർത്തിക്കൊണ്ടുവന്ന് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജനസേവാ ശിശുഭവന്റെ ആഭിമുഖ്യത്തിൽ രാജസ്ഥാനിലെ ചേരികളിൽ കഴിയുന്ന കുട്ടികൾക്കായി അവിടെയുള്ള ഡോക്ടർ സുനിൽ ജോസ് സാറിന്റെ നേതൃത്വത്തിൽ ജനസേവ ഉഡാൻ അക്കാദമി പ്രവർത്തിച്ചു വരുന്നു. ഏകദേശം 1000-ഓളം കുട്ടികളെയാണ് അവർക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകി നമ്മൾ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി പ്രവർത്തിക്കുന്നത്. ഒരു സങ്കടാവസ്ഥ പറയുമ്പോൾ വോട്ടവകാശം ഇല്ല എന്നതിന്റെ പേരിൽ ഇവരെ മാറ്റിവെക്കുന്നു. അപ്പോൾ അവർക്ക് ID കാർഡില്ല, ആധാർ കാർഡില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുതൽ എല്ലാ ഭരണകർത്താക്കളും ഇവർക്കായി ശബ്ദമുയർത്തി അതിനുള്ള നല്ല നല്ല പദ്ധതികൾ അടിയന്തരമായി നടപ്പിലാക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു സ്വാതന്ത്ര്യം എല്ലാവർക്കും കിട്ടുകയുള്ളൂ എന്ന ഒരു മുദ്രാവാക്യം ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധിയുടെ ആ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. എത്രയും പെട്ടെന്ന് ഇവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ സുമനസുകളും ഇതിനായി ഒന്നിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്ത ഈ പാവങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഭരണതലങ്ങളിലുള്ളവർ മുന്നോട്ട് വരുന്നില്ല. ഇത്തരത്തിൽ സന്മനസ്സുള്ള ജനങ്ങളിലാണ് പ്രതീക്ഷയെന്നും ജോസ് മാവേലി പറഞ്ഞു.